ഇവിടെ ഇങ്ങനെ വേലി കെട്ടി വെച്ചിട്ടുണ്ട്. സൈക്കിളിന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനൊരാളെ കണ്ടു, പുള്ളി അപ്പുറത്തെ കൂടെ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോർത്ത് UK ഗ്രാമങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഭംഗിയുണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് 16 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അവിടെ പോയി നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് തിരിച്ചു വരാം. ചെറുപ്പത്തിൽ പണ്ട് കുറേ സൈക്കിൾ ഓടിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സൈക്കിൾ ഓടിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു 16 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കാൻ പോവാണ്. കണ്ടറിയാം, എന്തായാലും പോയി നോക്കാം ഗൈസ്. അങ്ങനെ ഇത്രയും ദൂരം ഓടിച്ച് ഏകദേശം എത്താനായി. ഇനി ഇതൊരു 1/4 മൈൽസ് കൂടിയേ ഉള്ളൂ, അതായത് ഒരു 500 മീറ്ററും കൂടിയേ ഉള്ളൂ ഗൈസ്. അവിടെ എത്തിയിട്ട് വേണം ഇതിൻ്റെ ക്ഷീണം ഒന്ന് തീർക്കാൻ. നല്ലൊരു വ്യൂ പോയിൻ്റ് അവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. സൺസെറ്റ് നമുക്ക് ഇന്ന് 8:55 ഇപ്പോൾ സമയം 8 സംതിങ് ആയിട്ടുള്ളൂ. നമുക്ക് റിലാക്സ് ആയി തന്നെ പതുക്കെ പോയാൽ മതി. അങ്ങനെ എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് നമ്മൾ എത്തിക്കുകയാണ്. ഇത്ര നേരം സൈക്കിൾ ഓടിച്ചതിൽ സന്തോഷം നൽകുന്ന ഒരു വ്യൂ ആണ് ഗൈസ്. കണ്ടു നോക്കൂ. അവിടെ ഒരു വെള്ളച്ചാട്ടം, സൺസെറ്റ്, പാടം, പൊളി തന്നെ ഗൈസ്. ജീവിതത്തിൽ യാത്ര ചെയ്യാന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ പാഷനാണ് ട്രാവൽ. ഇപ്പോൾ പല സമയങ്ങളിലും ഞാൻ എൻ്റെ പാഷൻ ഇങ്ങനെ അടക്കി പിടിച്ച് വെക്കാറുണ്ട്. മറ്റു ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ ഒരു നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യും. ഇൻഷാല്ലാഹ് അതിൻ്റെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വ്യൂ പോയിൻ്റ് ഒന്നും കൂടെ കാണിക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. ഇതുപോലുള്ളൊരു സൺസെറ്റ് കണ്ടാൽ അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കില്ലേ? ഈ സൺസെറ്റ് കണ്ടിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഗൈസ്. അവിടെ ഫിഷ് ചെയ്യുന്ന ഒരാളെ കണ്ടോ? ഇങ്ങനെ ഫിഷിങ്ങിന് വരുന്ന കുറേ പേരുണ്ട്. നമുക്കും ഒരു ചൂണ്ടലൊക്കെ എടുത്ത് വന്നാൽ മതിയായിരുന്നു. ആ പുള്ളിക്ക് മീനെ കിട്ടി. നമുക്ക് പുള്ളിയുടെ അടുത്തേക്ക് വേണമെങ്കിൽ പോവാം. പുള്ളിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കാം. ഹായ്. We got any fish? Yeah, that's one there. You just came in? I've just caught one. All right. First cast. Okay. പുള്ളി ഇങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ചാടുന്ന മീനുകളുണ്ടാവും. ഇപ്പോൾ പറയാൻ പറ്റില്ല, ഇവിടെ പല സ്ഥലങ്ങളിലും കുഴികളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. പുള്ളി ഇത് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്. അധികം ആഴല്ല കേട്ടോ, പുള്ളി ആഴണ്ടല്ലേ, അത്ര ആഴമുള്ളൂ. പക്ഷെ ഒഴുക്കുണ്ട്, നല്ല ഒഴുക്കുണ്ട്, വഴുക്കുണ്ട്. ഒരു ഭാഗത്ത് മനോഹരമായ പുഴ, മറ്റു സൈഡിലോ നിരന്ന് കിടക്കുന്ന കൃഷിപ്പാടം. എന്താ ഭംഗിയില്ലേ കാണാൻ. തീർച്ചയായിട്ടും വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം, അടിപൊളി സ്ഥലമാണ്. ഫാമിലി ആയിട്ട് വരാം, കപ്പിൾസായിട്ട് വരാം, അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് വരാം. സൈക്കിളൊക്കെ എടുത്ത് വരാൻ പറ്റുന്നവർക്ക് ബെസ്റ്റ് സ്പോട്ടാണ്. കുറേ കിളികളൊക്കെ കണ്ട് നല്ല സൺസെറ്റൊക്കെ കണ്ട് തൊട്ടടുത്തത് ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫിയും കുടിച്ച് തിരിച്ചു പോകാം ഗൈസ്. സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. നല്ല കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ വേറെ ആരുമില്ല. കുറച്ച് പേരൊക്കെ ഇങ്ങനെ പാസ് ചെയ്തിരുന്നു. സൈക്കിളിലും നടക്കാനൊക്കെ ആയിട്ട് വന്ന കുറേ ആൾക്കാർ, അങ്ങനെ കുറേ പേരെ കണ്ടു. പക്ഷേ ഇപ്പോൾ ഇവിടെ ആരുമില്ല.
എല്ലാവരും തിരിച്ചു പോയി തുടങ്ങി. അപ്പം നമ്മളും പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പ് കണ്ട കോഫി കുടിക്കണം, തിരിച്ചു പോകണം. തൽക്കാലം ഇപ്പം വെള്ളം കുടിക്കാം. ഈ സ്ഥലത്തിൻ്റെ പേര് ബ്രോക്കൺ സ്കാർ എന്നാണ്. ഞാൻ സൈക്കിളിലാണ് വന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ എടുത്തു. ഇപ്പം ഇവിടെ ഒരു പാർക്കുണ്ട്, പിള്ളേർക്കാണെങ്കിലും അതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരു ഡേ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഏരിയ ആണ്. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അതുപോലെ സൺസെറ്റ് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഇനി ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം, കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അങ്ങനെ നല്ല അടിപൊളി സൺസെറ്റും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇരുട്ടായി ഗൈസ്, പക്ഷേ സൈക്കിളിന് ലൈറ്റ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ലൈറ്റൊക്കെ ഇട്ടിട്ട് പതുക്കെ പോവാം. കോഫി ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോഫി അടിച്ചിട്ടേ പോവുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ജാലോ മല്ലു സൈനിങ് ഓഫ്. സീ യു ഗൈസ്. കോഫി ഷോപ്പൊന്നും കണ്ടില്ല, പക്ഷെ ഒരു ഫ്ലേവേർഡ് മിൽക്ക് വാങ്ങി ഒരു ഓഫ്ലൈസൻ ഷോപ്പിൽ നിന്ന്. ഇതും കുടിച്ച് തിരിച്ച് വീട്ടിൽ പോകാം ഗൈസ്.